നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നിന്ന് കേരളത്തിലേക്കടക്കം 11 കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം ഇരുകൈയും നീട്ടിയാണ് പ്രവാസികൾ സ്വീകരിച്ചത്. ഇപ്പോൾ ഈ സന്തോഷം ഇരട്ടിയാക്കുന്ന നടപടിയുമായി എത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ദുബായിൽ നിന്ന് നിരവധി യാത്രക്കാരുള്ള കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ്. ഇതിനായി അധികം കാത്തിരിപ്പൊന്നും ഇനി വേണ്ട. നവംബർ 1 മുതൽ പ്രവാസികൾക്കായി സർവീസ് ഒരുങ്ങും. ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ്. ആദ്യ ദിനത്തിൽ 300 ദിർഹം നിരക്കിൽ ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് ടിക്കറ്റ് ലഭിക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 5 കിലോ അധിക ബാഗേജ് എന്നീ ആനുകൂല്യങ്ങൾ വിമാന കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിലേക്ക് പറക്കുക. വൈകുന്നേരം UAE സമയം 6:40 പുറപ്പെടുന്ന 9748 വിമാനം കണ്ണൂരിൽ ഇന്ത്യൻ സമയം 11:50 എത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. കണ്ണൂരിൽ തിരിച്ച് 9747 വിമാനം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 12:50 പുറപ്പെടും. ദുബായിൽ പുലർച്ചെ 3:15 എത്തും. നിലവിൽ ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് ഗോ ഫസ്റ്റ് വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ദുബായ് കണ്ണൂർ സർവീസിന് പുറമെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് ഷാർജയിൽ നിന്ന് പുതിയ സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 31 മുതൽ തിങ്കൾ, ശനി ദിവസങ്ങളിലായിരിക്കും ഷാർജ വിജയവാഡ സർവീസ്. UAEയിൽ നിന്ന് വിജയവാഡയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന ആദ്യ വിമാന കമ്പനിയാണ് തങ്ങളെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. രാവിലെ 11-നാണ് വിജയവാഡ വിമാനം ഷാർജയിൽ നിന്ന് പുറപ്പെടുക. അതുപോലെ കുവൈത്തിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ പ്രവാസികൾക്ക് സുവർണാവസരം എത്തുകയാണ്. ജസീറ എയർവേസ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒക്ടോബർ 30-ന് സർവീസ് തുടങ്ങും. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും സർവീസ് നടത്തുക. തിരുവനന്തപുരത്ത് നിന്ന് തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ രാവിലെ 2:50 പുറപ്പെട്ട് 5:55 കുവൈത്തിലെത്തും. അവിടെ നിന്ന് വൈകിട്ട് 6:25 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:05 തിരുവനന്തപുരത്തെത്തും. 160 പേർക്ക് യാത്ര ചെയ്യാവുന്ന A320 വിമാനമാണ് സർവീസിന് ഉപയോഗിക്കുക. ജസീറയുടെ കേരളത്തിലേക്കുള്ള 2ാമത്തെ സർവീസാണിത്. ഈ സേവനം തമിഴ്നാട് സ്വദേശികൾക്കും പ്രയോജനപ്രദമാണ്. കുവൈത്ത് എയർവേസിന് ഇതേ സെക്ടറിൽ ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉള്ളത്. ഏതായാലും പ്രവാസികൾക്ക് യാത്ര സുഗമമാക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് വിമാന കമ്പനികൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.